സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ബി.ജെ.പി. എംപിമാർ നടത്തിയ പരാമർശങ്ങളിൽ വിവാദം കനക്കുന്നു. നിഷികാന്ത് ദുബെയുടെയും ദിനേശ് ശർമ്മയുടെയും പരാമർശങ്ങൾ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ തള്ളി. ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് ബി.ജെ.പിയുടേതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സുപ്രീം കോടതി പരിധി വിടുകയാണെന്നും നിയമങ്ങളുണ്ടാക്കാൻ തുടങ്ങിയാൽ പാർലമെന്റ് മന്ദിരം അടച്ചിടാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ ലക്ഷ്യം വെച്ച് ബി.ജെ.പി. എംപി നിഷികാന്ത് ദുബെയുടെ വിമർശനം. സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കുമെതിരെ ബി.ജെ.പി. നേതാക്കളായ നിഷികാന്ത് ദുബെ, ദിനേശ് ശർമ്മ എന്നിവർ നടത്തിയ പരാമർശങ്ങളെ ബി.ജെ.പി. നേതൃത്വം തള്ളി. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദ വ്യക്തമാക്കി. പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. ബി.ജെ.പി. എംപിമാരുടെ പരാമർശത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണെന്നും പരാമർശത്തിൽ നിഷികാന്ത് ദുബെക്കെതിരെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും കോൺഗ്രസ്. ഇത്തരം ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ഇത്തരം തുറന്ന പറച്ചിലുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, ക്ലിയർലി എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഒരു ഗൗരവതരമായ സുപ്രീം കോടതി സ്വമോട്ട ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടതല്ലേ? ബി.ജെ.പി. എംപിയുടെ പ്രസ്താവന കോടതിക്കെതിരെയുള്ള കലാപാഹ്വാനമാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. സുപ്രീം കോടതിയുടെ മതേതര നിലപാടിനെ ചോദ്യം ചെയ്യരുതെന്ന് മുൻ ജഡ്ജി എ.കെ. ഗാംഗുലി പ്രതികരിച്ചു. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നടത്തിയ വിമർശനത്തിന് പിന്നാലെയാണ് ബി.ജെ.പി. നേതാക്കളും രംഗത്ത് വന്നത്. സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 ജനാധിപത്യത്തിനെതിരായ ആണവ മിസൈലായി മാറിയെന്നാണ് ജഗ്ദീപ് ധൻഖർ നടത്തിയ പരാമർശം. 24 ഡൽഹി.